എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു നെല്ലിക്ക അച്ചാറാണ് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മളെല്ലാവരും തന്നെ നെല്ലിക്ക അച്ചാർ തയ്യാറാക്കുന്നതായിരിക്കാം. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല കിട്ടു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നെല്ലിക്ക അച്ചാർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് നെല്ലിക്ക ഒന്ന് പുഴുങ്ങിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഈ ഒരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 8-9 നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെല്ലിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം ഒന്ന് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. അപ്പോൾ അതാ നമ്മൾ നെല്ലിക്ക ഒന്ന് വേവാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ നെല്ലിക്കയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് നന്നായിട്ട് തുടച്ച് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്തൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ നെല്ലിക്കയെല്ലാം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനി ഒന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ അതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നെല്ലിക്കയൊക്കെ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്കൊന്ന് അടർത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ തൊടുമ്പോൾ തന്നെ അത് അടർന്ന് കിട്ടും. അല്ലെങ്കിൽ ഇതേപോലെ കത്തി വെച്ചിട്ടൊന്ന് അടർത്തിയെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാ നെല്ലിക്കയും ഇതേപോലെ ഒന്ന് അടർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കടുക് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. വല്ലാതെ അങ്ങോട്ട് കരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് വറവായി വന്നാൽ മതി. അപ്പോൾ അത് 1-2 സെക്കൻഡ് കൊണ്ട് തന്നെ അത് കടുക് നന്നായിട്ട് പൊട്ടി വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു നുള്ള് വളരെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ അളവ് കൂടിപ്പോകരുത്, അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ ഭയങ്കര കൈപ്രസായി പോവും. അപ്പോൾ ജസ്റ്റ് വളരെ ഒരു നുള്ള് ഉലുവ ചേർത്താൽ മതി. ഒരു 8-9 മണിയൊക്കെ ചേർത്താലും മതിയാവും. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതവിടെ നന്നായിട്ടൊന്ന് വറവായി വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ജാർ എടുക്കുമ്പോൾ അത് തുടച്ച് വൃത്തിയായിട്ട് എടുത്തിരിക്കുന്നതായിരിക്കണം. വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവരുത്. അപ്പോൾ അത് നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ചൂടോടുകൂടി തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ടത് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 1/4 കപ്പ്, ഒരു 4 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ അതാ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം വേണം ഇതിലേക്ക് പൊടികൾ ചേർക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അതിന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ആദ്യം നമുക്ക് കുറച്ച് ചേർക്കാം, പിന്നെ നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർക്കാം. അപ്പോൾ കായപ്പൊടിയുടെ അളവ് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർക്കാം. കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ കായത്തിൻ്റെ പൊടി അധികം കൂടി പോയിട്ടുണ്ടെങ്കിലും കൈപ്പരസായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കടുക് ഉലുവയും പൊടിച്ചില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ അതാ നമ്മുടെ പൊടികളൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി അടർത്തി വെച്ചിരിക്കുന്ന നെല്ലിക്കയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് ഇതേപോലെ മുരിച്ചെടുക്കാം. ആ മുളക് പൊടിയും ഉപ്പും എല്ലാം നമ്മുടെ നെല്ലിക്കയിലേക്ക് പിടിക്കുന്ന രീതിയിലൊന്ന് ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുക. അപ്പോൾ അതാ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണോ കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയാണ് കുറവെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചൂടാക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അല്ല, ഉപ്പ് കായപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാം.
ഉണ്ടാക്കി അന്ന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം. കുറേ നാളിത് കേടാവാതെ ഇരുന്നോളും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്